എങ്ങനെ വന്നാലും ചിലവ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഗൂഗിൾ പേ വഴിയൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്യാഷ് ആയിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുമോ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. സാധാരണ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ലിസ്റ്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും, ആവശ്യമില്ലാത്ത നമുക്ക് അന്നത്തെ അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ അവിടെ കാണുമ്പോൾ അങ്ങനെ എടുക്കും. അതാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ അപ്പോൾ അന്നുവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ ഒന്നും എക്സ്ട്രാ വാങ്ങിച്ച് തരില്ല, ഒന്നും പറഞ്ഞ് വാശി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്നാലും അവൾ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ലാസ്റ്റ് അവിടെയൊക്കെ കടന്ന് കറങ്ങിയിട്ട് വലുതൊക്കെ ആദ്യം കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, ഏതെങ്കിലും ചെറുതെന്തെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ 2 മിഠായി പൊക്കി പിടിച്ച് ലാസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളെ കൊണ്ടും മീൻസ് എന്നെ കൊണ്ട് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങളും ഈ ട്രിക്ക് ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് നമ്മൾ UPI പരമാവധി ഒന്ന് കുറച്ചിട്ട് പരമാവധി നമ്മൾ ചിലവാക്കുന്നത് ക്യാഷ് ആയിട്ട് ചിലവാക്കാൻ നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില്ലറ നമ്മുടെ കയ്യിലേക്ക് കിട്ടും, നമുക്ക് അതുപോലെ സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ എടുത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ആവശ്യമുള്ള സാധനങ്ങളാക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും സേവ് ചെയ്യാനായിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ ചിലവാക്കിയത് 2000 രൂപയിൽ 1859 രൂപയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു 140 രൂപയാണ് മിച്ചം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞാൻ സേവ് ചെയ്യുന്നത് ആ 140 രൂപയാണ്. അപ്പോൾ ഈ 140 രൂപ എനിക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ സാധാരണ ഒരു മണി ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ് ബോട്ടിൽ കാണിക്കുന്നു, അതിൽ നമ്മൾ ഇത്ര പറയുന്ന പൈസ അന്നത്തെ ദിവസം സേവ് ചെയ്ത് വെക്കുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമ്മൾ ചിന്തിക്കാറില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പൈസ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, വരുമാനമുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ വീട്ടിലെ ചെലവിന് എടുക്കുന്ന പൈസയിൽ നിന്നും ചെറിയ തുക നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് അത് നടക്കും, എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചാലഞ്ച് ചെയ്യാം. ഓക്കെ.